ഖാലിഖായ റബ്ബിന്റെ അടിമകളാകുന്ന ഞാനും നിങ്ങളെയും നരകാഗ്നിയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ, ഈ ഭൂമിയിൽ അധർമ്മത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ചുറ്റുന്ന ഒരു പഹയനുണ്ട്. അവന്റെ പേരാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം മയ്യാലസ്വല എന്ന് വിളിക്കുമ്പോ ഇതാണ് വിജയത്തിലേക്കുള്ള വഴി കടന്നു വരൂ എന്ന് പറയുമ്പോ നമ്മളെ ടൗണിലെടുക്കാൻ പ്രചോദനം നൽകുന്നത് പിശാച്ചാണ്. അത് ആരെങ്കിലും അങ്ങാടിയിലും മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കുമായിരിക്കാൻ നമുക്ക് പ്രോത്സാഹനം നൽകുന്നത് പിശാച്ചാണ്. കാരണം പിശാച്ച് ആഗ്രഹിക്കുന്നത് നാളെ നമ്മൾ നരകത്തിൽ കത്തിക്കരിയുന്നത് കൊണ്ട് സന്തോഷിക്കാനാണെങ്കിൽ ആ പിശാച്ചിന്റെ കയ്യിലെ കളിപ്പാവകളായി എന്റെ യുവാക്കളെ നമ്മൾ മാറരുത്, എന്റെ രക്ഷിതാക്കളെ ഞാനും നിങ്ങളും മാറരുത് എന്ന് ദുഃഖകരമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 മാസം ഗർഭമെന്ന പാവപ്പെട്ട മാതാവിനെ വിട്ടുപോകുന്ന പെൺകുട്ടികളുടെ കഥ കേൾക്കുമ്പോ ഏപ്രകാരം കഷ്ടപ്പെട്ട് വളർത്തിയ പിതാവിനോട് വിട പറഞ്ഞ് കാമുകിയുടെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരുടെ വാർത്ത കേൾക്കുമ്പോ ഞാനും നിങ്ങളും വെട്ടുകയാണ്. 1400 വർഷം മുമ്പ് മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ച് സ്നേഹിക്കുന്നവന്റെ കൂടെ പോകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങനെ സംഭവിക്കുമോ യാ റസൂലല്ലാഹ്? സ്വന്തം മാതാവിനെ ഒരാൾ ധിക്കരിക്കുകയോ സ്വന്തം പിതാവിനെ ഒരാൾ ധിക്കരിക്കുകയോ? ഇന്ന് എവിടെ എത്തി എന്റെ സഹോദരങ്ങള്? ശ്വാസം വിട്ട് രോഗിയായ പാവപ്പെട്ട മാതാവ്, രോഗിയെ തളർന്ന പാവപ്പെട്ട പിതാവ് മകളെ കാണാതെ കേസ് ഫയൽ ചെയ്യുകയാണ്. അന്വേഷണം നടത്തിയ അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വരുന്നു, നിങ്ങളെ മകളെത്തിയിട്ടുണ്ട്. മകളെ കാണാൻ ശ്വാസം വിട്ട് രോഗിയായ മാതാവ് എന്നാലും എന്റെ മകളെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തോടുകൂടെ കടന്നു വരുമ്പോ കാണുന്നത് തൊട്ട് നിൽക്കുന്ന മകളെയാണ്. അവസാനം കോടതി ചോദിക്കുന്ന, മോളെ ഇത് നിന്റെ മാതാവാണ്, പിതാവാണ്, നീ ഇവനിവിടെ കൂടെ പോകണോ അതല്ലെങ്കിൽ ഈ തൊട്ട് ഹൈന്ദവനായ ചെറുപ്പക്കാരന്റെ കൂടെ പോകണോ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് അവനെ കൂട്ടിപ്പിടിച്ച് പറയുന്നു, ഞാൻ ഇവന്റെ കൂടെ പോവുകയാ. ശ്വാസം വിട്ട് രോഗിയാകുന്ന മാതാവ് തളർന്നു വീണ സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോ ഞാൻ എന്റെ യുവാക്കളോട്, യുവതികളോട്, സുഹൃത്തുക്കളോട് പറയുന്ന, യുവാക്കള് നടക്കാനുള്ള കഴിവ് തന്നവൻ അല്ലാഹുവാ, ശ്വസിക്കാനുള്ള കഴിവ് തന്നവൻ അല്ലാഹുവാണ്. ഈ ആരോഗ്യം ശരീരത്തിലുള്ളത് കൊണ്ടാണ് കാമുകന്റെ കൂടെ പോകാൻ തോന്നുന്നത്, കാമുകിയാണ് വലുത് എന്ന് തോന്നുന്നത്, പെറ്റ മാതാവിനോട് സ്നേഹമില്ലാതിരിക്കുന്നത്. ഒരു കാര്യം അറിയണം യുവാക്കളെ, യുവതികളെ, 10 മാസം ഗർഭമെന്ന മാതാവിന്റെ മനസ്സെങ്ങാനും വേദനിച്ചു പോയാൽ, ചോര നീരാക്കി വളർത്തിയ ഉപ്പാന്റെ മനസ്സെങ്ങാനും നിങ്ങളെ ജീവിതം കൊണ്ട് വേദനിച്ചു പോയാൽ അതിന്റെ ശിക്ഷ കാലിട്ടടിച്ച് ഈ ഭൂമിയിൽ അനുഭവിക്കാതെ നിങ്ങൾ മരിക്കില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. 1400 വർഷം മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി, ഒന്നുകൂടി വെച്ചത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞതാ. അള്ളാഹുവിനോട് ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്താൽ ആഖിറത്തിനാണ് ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും മനസ്സിനെ വേദനിപ്പിച്ചാൽ, യുവാക്കൾ ഓർക്കണം, കൂട്ടുകാർക്ക് വേണ്ടി ഉമ്മാനെ വേദനിപ്പിക്കുന്നവർക്കണം, കാമുകിക്ക് വേണ്ടിയും കാമുകിന് വേണ്ടിയും പിതാവിനെ വേദനിപ്പിക്കുന്നവരോർക്കണം, നിങ്ങളെ ഈ ചിരിച്ചിരി കരച്ചിലേക്ക് വിദൂരമല്ലാത്ത ഭാവിയിലെത്തുമെന്ന് മഹാന്മാര് പറഞ്ഞവര് കഥ പറയട്ടെ. പെൺകുട്ടികളെ, മഹാന്മാര് പറഞ്ഞവര് കഥ പറയട്ടെ. ചെറുപ്പക്കാർ, ഒരു യുവാവ് മാതാവിനോട് വന്ന് ചോദിച്ചു, ഉമ്മ എനിക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്. മാതാവ് പറഞ്ഞു, മോനെ നീ ഹജ്ജിന് പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ പാവപ്പെട്ട ഉമ്മാനെ നോക്കാൻ ആരാ? ഉമ്മാനോട് എത്ര പറഞ്ഞിട്ടും ഉമ്മ അനുവദിച്ചില്ല. അവസാനം ഉമ്മാനോട് ചോദിക്കാതെ ഇവൻ പോവുകയാണ്. ദിവസങ്ങളോളം താണ്ടി യാത്ര ചെയ്ത് അവസാനം നിസ്കരിക്കാൻ ഒരു പള്ളിയിൽ കയറി. അത്ഭുതമെന്ന് പറയട്ടെ, ആ പള്ളിയുടെ അടുത്തുള്ള വീട്ടിൽ കള്ളം കയറിയ വാർത്തയാണ്. നാട്ടുകാരോടിക്കൂടുന്നു. അവസാനം ആ വീട്ടിൽ നിന്ന് കള്ളൻ ഇറങ്ങി ഓടുകയാ. ഓടുന്നത് പള്ളിയുടെ ഭാഗത്തേക്ക്. ആളുകളും യുവാക്കളും പള്ളിയുടെ ഭാഗത്തേക്ക് ഓടി. പള്ളിയുടെ ഭാഗത്ത് പോകുമ്പോ കള്ളനെ കാണാനില്ല. അള്ളാഹുവിന്റെ വിധി. ഒരാളെ പറഞ്ഞു, പള്ളിയുടെ ഉള്ളിലെങ്ങാനും ഒളിച്ചിട്ടുണ്ടാകുമോ നോക്കാം. കയറി നോക്കുമ്പോ അപരിചിതനായ ഒരാളെ പള്ളിയിൽ കണ്ടു. പാവം ഉമ്മാനോട് ചോദിക്കാതെ പോയതാ, ഹജ്ജിന് പോയതാ, നിസ്കരിക്കാൻ കയറിയത്, പക്ഷേ ജനമത് അറിഞ്ഞില്ല. ഇതാടാ കള്ളൻ. ആളുകളോട് കൂടി ആ യുവാവിനെ പിടിച്ചടിച്ചിടിച്ച് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. രാജാവ് പറഞ്ഞു, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു കളവ് നടന്നിട്ടില്ല, അതുകൊണ്ട് അയാളെ കൈമുറിക്കണം, കാലുമുറിക്കണം, കണ്ണ് ചൂണ്ടെടുക്കണം. ഉടനടി കാര്യം നടപ്പിലാക്കപ്പെട്ടു. ഈ മനുഷ്യന്റെ കാല് മുറിച്ച് കൈമുറിച്ച് കണ്ണ് ചൂണ്ടെടുക്കപ്പെട്ടു. അവസാനം ഇയാളെ പൊക്കിപ്പിടിച്ച് ജനങ്ങൾ ടൗണിലൂടെ നടന്നു. കട്ടക്കള്ളന് വന്ന ഗതിയാണിത്, കട്ടക്കള്ളന്മാർക്ക് വരാനുള്ള ഗതിയാണിത്. അതുകൊണ്ടാരും കക്കരുതേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഈ യുവാവ് കണ്ണുനീരോടെ പറഞ്ഞു, അല്ല ജനങ്ങളെ, അത് നിങ്ങൾ പറയരുത്, ഞാൻ കള്ളനല്ല, കൊലയാളിയല്ല, ഒരാളെയും ഞാൻ കൊന്നിട്ടില്ല.
രൂപയല്ല. പക്ഷേ നിങ്ങൾ പറയേണ്ടത് 10,000 രൂപയൊന്നുമല്ല. എന്റെ മാതാവിന്റെ കണ്ണുനീരാ, എന്റെ മാതാവിന്റെ ദുഃഖമാണിത്. അത് മാത്രമേ നിങ്ങൾ പറയാവൂ. അപ്പൊ ആളുകൾ കാര്യം അന്വേഷിച്ചു. ഇയാൾ കാര്യം പറഞ്ഞപ്പോൾ ഇയാളെ നാട്ടുകാർ അദ്ദേഹത്തിന്റെ നാട്ടിൽ കൊണ്ടുപോയി തള്ളി തിരിച്ചു പോന്നു. ഇയാൾ വീടാന്തരം കൈകാട്ടി എരന്ന് ജീവിക്കാൻ തുടങ്ങി. ജീവിക്കണ്ടേ? അവസാനം യുവാക്കളെ, യുവതികളെ കാമുകന് വേണ്ടിയും കാമുകിക്ക് വേണ്ടിയും മാതാപിതാക്കളെയും കുടുംബത്തെയും ധിക്കരിച്ചു പോകുന്ന എന്റെ പെൺകുട്ടികൾ ചിന്തിച്ചോ, നാളെ നിങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വീടിന്റെ മുറ്റത്ത് നിലവിളിച്ചു വരുന്ന ഫലം വരും. ഇതിലേക്ക് നോക്കി നിൽക്കരുതേ പെൺമക്കളെ. അല്ലാഹുവിനെ ഓർക്കുക. ഈ യുവാവ് അവസാനം കൈകാട്ടി ഇറക്കാൻ വന്നത് സ്വന്തം വീട്ടിന്റെ മുറ്റത്തേക്ക്. അവർക്കറിയില്ല ഇതെന്റെ ഉമ്മയുടെ വീടാണെന്ന്. ഉമ്മക്കറിയില്ല ഈ വന്നത് എന്റെ മകനാണെന്ന്. അവിടുന്ന് വിളിച്ചു, വീട്ടുകാരാ ഭക്ഷണം കഴിച്ചിട്ട് സമയ ദിവസങ്ങളേറെയായി, ഒരൽപ്പം ഭക്ഷണം തരുമോ? അടുക്കളയിൽ നിന്ന് ഉമ്മാന്റെ വാക്ക് വന്നുമോ? മനുഷ്യ, ഞാൻ ഭക്ഷണം തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പുറത്ത് വരാൻ ഇവിടെ ആണുങ്ങളില്ല. ആ ശബ്ദം കേട്ടപ്പോ മകന് തോന്നി ഇതെന്റെ മകനാണ്, ഇതെന്റെ ഉമ്മയാണോ? ശബ്ദം കേട്ടപ്പോ വീണ്ടും പറഞ്ഞു, ഉമ്മ സ്ത്രീ നിങ്ങൾ വന്നോളൂ, എനിക്ക് നിങ്ങളെ കാണാൻ കണ്ണില്ല. സ്വാലിഹത്തായ ഉമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കാണാൻ കണ്ണില്ലെങ്കിലും ഞാൻ നിങ്ങളെ കാണുമല്ലോ. ആണിങ്ങോട്ട് കാണലും പെണ്ണങ്ങോട്ട് കാണലും ഹറാമല്ലേ? ഈ ശബ്ദം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതെന്റെ ഉമ്മ തന്നെയാണ്. ഇവൻ വിളിച്ചു, ഉമ്മ. ഇപ്പൊന്ന് വിളിയെന്ന് കേട്ടപ്പോ മാതാവിന്റെ മാതൃസ്നേഹം വന്നു. എന്റെ മോനോ ഓടിയെന്ന് നോക്കുമ്പോ കൈയില്ലാത്ത കാലില്ലാത്ത കണ്ടില്ലാത്ത മകനെ കാണുന്നു. മകനെ കൂട്ടിപ്പിടിച്ച മാതാവ് നിലവിളിക്കുമ്പോ മകനും പൊട്ടിക്കരയുമ്പോ, ഉമ്മ നിങ്ങളെ ധിക്കരിച്ചു പോയി. രോഗത്തിന്റെ തിമിർപ്പിലെന്റെ ഉമ്മാനെ മറന്നുപോയി, പണത്തിന്റെ തിമിർപ്പിലെന്റെ വാപ്പാനെ മറന്നുപോയി. ഇന്നെ രക്ഷിക്കാനാളില്ല. ഉമ്മാക്ക് സഹിതമില്ല. ഉമ്മ നിലവിളിച്ചല്ലാനോട് പറഞ്ഞു, നാഥാ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുക? ഞങ്ങൾ രണ്ടാളെ റൂഹിനെയും പെടുക്കുമോ? അല്ലോ, രണ്ടുപേരെയും റോഹിനവിടെ വെച്ചുകൊണ്ട് പിടിച്ചു. രണ്ടുപേരും മരിച്ചു വീഴുന്നു എന്ന് മഹാന്മാര് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരോടും രക്ഷിതാക്കളോടും ഉമ്മമാരോടും ഞാൻ പറയുന്നു, താൽക്കാലിക രസത്തിന് വേണ്ടി കുഞ്ഞുമക്കളെ ഒരിക്കലും നമ്മൾ കാമുകന്റെ കൂടെ പോകുന്നവരോ കാമുകിക്ക് വേണ്ടി നേരം കളയുന്നവരോ ആകാതെ നമ്മളെ ഉമ്മയെയും നമ്മളെ ഉപ്പയെയും സ്നേഹിച്ച് അവരെ സന്തോഷിപ്പിച്ച് മാത്രം നിങ്ങൾ ജീവിച്ചാൽ ഈ ഭൂമിയിൽ കണ്ണീര് വാർക്കേണ്ടി വരില്ല, ആഖിറത്തിന് മാനം കെടേണ്ടി വരില്ല. അതുകൊണ്ട് യുവാക്കളോട്, യുവതികളോട് ആരോഗ്യത്തിന്റെ പിശാചിന്റെ കയ്യിലെ കളിപ്പാവകളായി മാറാൻ നമ്മൾ അനുവദിക്കരുത്. അതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ എന്റെ ഉമ്മപെങ്ങന്മാരോട് സ്നേഹത്തോടെ ഈ ജനസാഗരത്തിന്റെ മുമ്പിൽ വെച്ച് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് കരുതി ഞാൻ പറയട്ടെ, എല്ലാറ്റിലും അല്ലാഹനെ സൂക്ഷിക്കണം. ഇതെല്ലാം അവസാനിച്ച യാത്രയാകും. എത്രയെത്ര ആളുകൾ നമ്മിൽ നിന്ന് യാത്രയായി. നമ്മളെ ഉമ്മമാർ, നമ്മളെ ഉപ്പമാരും എവിടെയാണ് അറിയോ? കഴിഞ്ഞ വർഷം വാർഷിക സമ്മേളനത്തിന്റെ തുടക്കം കുറിക്കുന്നത് നമ്മൾ മജ്ലിസുന്നൂർ ചൊല്ലിക്കൊണ്ടാണ്. ആ മജ്ലിസുന്നൂറിന്റെ സദസ്സിലേക്ക് ദുആ ചെയ്യാൻ കടന്നു വന്ന മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും, അല്ലാഹുവേ ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ തമ്പുരാനെ. മഹാനവറുകൾ ഇന്നെവിടെയാണെന്നറിയുമോ? മഹാനവറുകൾ ഇന്ന് ദാറുൽ ഹുദായുടെ ക്യാമ്പസിന്റെ തിരുമുറ്റത്ത് 6 അടി മണ്ണിൽ ശാന്തമായി ഉറങ്ങുകയാ. ഒരുപാട് ചെറുക്കുള്ള ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയെങ്കിൽ ഈ പറയുന്ന എനിക്ക് കഴിയുമോ അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ, നിങ്ങൾക്ക് കഴിയുമോ അടുത്ത വർഷം ഉണ്ടാകുമെന്ന് പറയാൻ? വേണ്ട എന്റെ സഹോദരങ്ങളെ, ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ കഴിയോ അടുത്ത വർഷം നിങ്ങളെ മുമ്പിലേക്ക് ഈ ആരോഗ്യത്തോടുകൂടെ എനിക്ക് വരാൻ കഴിയുമെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ? എത്രയാളാ നമ്മളെ നാട്ടിൽ കുഴഞ്ഞു കിടക്കുന്നത്. അല്ലാഹു അവർക്കൊക്കെ രോഗശമനവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അതാണ് മനുഷ്യന്റെ കഥ. ഇതാണ് പാവങ്ങളായ നമ്മുടെ അവസ്ഥ. അതുകൊണ്ടൊരിക്കലും അല്ലാഹുവിനെ മറന്ന് കളിക്കരുത്. അല്ലാഹുവിന്റെ കാവൽ നമ്മളെ കൂടെ ഉണ്ടാകണം. നമ്മളെ വീടുകൾക്ക് അല്ലാഹു നമുക്ക് സൗകര്യം തന്നു, പണം തന്നു, ജീവിക്കാനുള്ള സൗകര്യം തന്നു. ഈ പണം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. പണം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളെ മതിമറന്ന് തുള്ളരുതെന്ന് യുവാക്കളെ, രക്ഷിതാക്കളെ, ഒരിക്കലും മതിമറന്ന് തുള്ളരുത്. നമ്മൾ മതിമറന്ന് തുള്ളിയാൽ നമുക്ക് അപകടം വരും. അല്ലാഹുവിന്റെ പള്ളിക്കൊരു കെട്ടിടമുണ്ടാക്കണമെന്ന് ഇവിടെ പറഞ്ഞപ്പോഴേക്ക്
1 ലക്ഷം നൽകാമെന്ന് പറഞ്ഞ മനുഷ്യൻ ഭാഗ്യവാനാണ്, 2 ലക്ഷം നൽകാമെന്ന് പറഞ്ഞവർ ഭാഗ്യവാനാണ്. അള്ളാഹു അവർക്ക് കൂടുതൽ സമ്പത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നേരെ മറിച്ച് നമ്മളെ കയ്യിലുള്ള സമ്പത്തുണ്ടെന്ന് കരുതി നമ്മളെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണ്. ആ കല്യാണം, നാളെ കല്യാണം, ഇന്ന് രാത്രി വീട്ടിൽ മുഴുവനും ഗാനമേളയാണ്, വീട്ടിൽ കോലാഹലമാണ്, വീട്ടിൽ എന്തൊക്കെയോ ശബ്ദ കോലാഹലം നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എന്താണതുകൊണ്ട് ലാഭം കിട്ടിയത്? ആണും പെണ്ണും കളിച്ചും ചിരിച്ചും രസിച്ചും രവിച്ചും പാട്ടുപാടി ഉല്ലസിച്ച് ഒരു കല്യാണം നടത്തിയിട്ട് ഈ കല്യാണത്തിൽ ആരാണ് ബർക്കത്ത് തരിക? മൻ തലബ മാ ലാ യഗ്നീഹി ഫതഹു മാ യഗ്നീഹി ശഫീഉനാ റസൂലുള്ളാഹി. ആവശ്യമില്ലാത്തത് നിങ്ങളെങ്ങാനും ചെയ്താൽ ആവശ്യമുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തകർത്ത് കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാവശ്യവുമില്ലാതെ കല്യാണത്തിന്റെ പേരിൽ നമ്മൾ ദൂർത്തടിച്ചാടിയാൽ, ഇഷ്ടം പോലെ പണം ചെലവാക്കിയാൽ, ഞാൻ പണക്കാരനാ മുതലാളിയാ, എന്റെ മക്കൾ വിദേശത്താണെന്ന ഗാനമേളയും കോലാഹലവും ദൂർത്തും നമ്മൾ കല്യാണ വീട്ടിലിറങ്ങേറിയാൽ നമ്മളെ കുടുംബം തകരും. സഹോദരങ്ങളെ, ഇന്നത്തെ ചിരിയും നാളത്തെ കണ്ണീരാകുമാകും. കൂട്ടുകാരെ, നമുക്ക് അല്ലാഹു തന്ന സൗകര്യങ്ങൾ ഒറ്റയടിക്ക് തകർക്കാൻ നമ്മളെ റബ്ബിക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട എന്ന് പണം കൊണ്ട് അല്ലാഹനെ മറന്ന് കളിക്കുന്നവരും കല്യാണ വീടുകളിൽ കുത്താടുന്ന ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഞാനൊരു സംഭവം പറയട്ടെ നിങ്ങളോട്. ഒരു പാവപ്പെട്ട പെണ്ണ് ഒരു പെൺകുട്ടിക്ക്, എന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, സ്ത്രീകളെ ഭാഗത്തേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായി വരും. എല്ലാവരും കൊണ്ടുവന്ന സംഭാവനകൾ അതിലിടുക. പുരുഷന്മാർ നമുക്കൊന്ന് മുസാഫ ചെയ്ത് അവസാനം ദുആ കൂട്ടമായി ദ്വാരന്നുകൊണ്ട് പിരിയുകയും ചെയ്യാം. ഒരു മനുഷ്യൻ സാമ്പത്തികമായി പാവപ്പെട്ട ഭാര്യ ഒരു പാവപ്പെട്ടവരെ സഹായിച്ചതിന്റെ പേരിൽ ഭർത്താവാകുന്ന പിശുക്കൻ ഭാര്യയെ ത്വലാഖ് ചൊല്ലി, പ്രശ്നങ്ങളായി പ്രശ്നം മൂർജിച്ച് ത്വലാഖ് ചൊല്ലി. അവസാനം ഈ ഭാര്യയെ പെണ്ണിനെ പിന്നെ കെട്ടിക്കാൻ നിൽക്കുമ്പോ ബാപ്പാനോട് പെണ്ണ് പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ച പറഞ്ഞയക്കുന്നതിന് വിരോധമല്ല, പക്ഷേ മുതലാളിമാര് വേണ്ട, പൈസക്കാര് വേണ്ട, പണക്കാര് വേണ്ട. കാരണം പണം കൂടുമ്പോ കിബിറ് കൂടും, അവർക്ക് ഞാൻ വലുതാണെന്ന് തോന്നും, അതുകൊണ്ട് എനിക്ക് കൂലിപ്പണിക്കാര് മതി. അവസാനം ഒരു പാവം കൂലിപ്പണിക്കാരനെ പുതിയാപ്പിളയായി കിട്ടി. അയാൾ ജോലി ചെയ്ത് കിട്ടുന്ന പണവുമായി വീട്ടിലേക്ക് വന്നിട്ട് കുറച്ചൊക്കെ പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യും. ബാപ്പു കൊണ്ട് രണ്ടാക്കും ഭക്ഷണമുണ്ടാക്കും, രണ്ടാളും കഴിക്കും. നാളത്തെ ഭക്ഷണം ഇനി നാളെ ജോലി ചെയ്തിട്ട് വേണം. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം രണ്ടുപേരും ഭക്ഷണം വിളമ്പി രാത്രി വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുമ്പോൾ വാതിൽ ഒരു മുട്ട് കേൾക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു മുട്ട് കേൾക്കുകയാണ്. ആ സമയത്ത് ആരാണെന്നറിയാം? വീട്ടുകാരനാകണ ഇപ്പത്തെ പുതിയാപ്പിള പോയി വാതിൽ തുറക്കുമ്പോ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാൾ വന്ന പാത്രം കാട്ടുകയാണ്. രോഗിയാണ്, ജോലിക്കൊന്നും പോകാൻ കഴിയില്ല, എല്ലാം തകർന്നുപോയി. അതുകൊണ്ട് ഭക്ഷണം തരുമോ എന്ന് പറഞ്ഞ് കൈകാട്ടുന്ന കണ്ടപ്പോ ഈ ഭർത്താവിന്റെ മനസ്സലിഞ്ഞു. ഇയാൾ ചിന്തിച്ചു, എനിക്കെന്റെ റബ്ബ് ആരോഗ്യം തന്നുകൊണ്ടല്ലേ ഞാൻ ജോലിക്ക് പോയതും ഇതൊക്കെ എനിക്ക് കിട്ടിയതും, അതുകൊണ്ട് ഞാനിന്ന് പോയി എന്റെ ഭക്ഷണം ഇയാൾക്ക് കൊടുക്കട്ടെ, ഞാനിന്ന് പട്ടിണി കിടന്നോളാം. അകത്ത് പോയി ഭാര്യയോട് പറഞ്ഞു, ഭാര്യ, ഒരു പാവപ്പെട്ട രോഗിയായ മനുഷ്യൻ ഭക്ഷണം കിട്ടാതെ പാത്രമായി വന്നിരിക്കുകയാണ്. ആ മനുഷ്യന്റെ കയ്യില് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ഞാനിന്ന് പട്ടിണി കിടക്കുന്ന ഭാര്യക്ക് സന്തോഷമായി മുമ്പത്തെ ഭർത്താവ് കൊടുത്തത് കൊണ്ടാ പ്രശ്നമുണ്ടാക്കിയതെങ്കിൽ ഇന്നത്തെ ഭർത്താവ് പട്ടിണി കിടന്ന് കൊടുക്കാനാ പറയുന്നത് സന്തോഷം. ഭാര്യയാളെ കൈപിടിച്ചിട്ട് പറഞ്ഞു, ഓ ഭർത്താവേ, നിങ്ങൾ ഇരുന്നോളൂ, നമ്മൾ രണ്ടുപേരും ഇന്ന് പട്ടിണി കിടക്കണ്ട, ഞാൻ എന്റെ ഭക്ഷണം കൊടുത്തോളാ. പുറത്തുള്ള മനുഷ്യന് നിങ്ങളെ ഭക്ഷണം നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാം എന്ന് പറഞ്ഞ ഭർത്താവിനെ ഇരുത്തി പെണ്ണ് ഭക്ഷണവുമായി ഓടുകയാ. ഓടിച്ചെന്ന് വാതിലങ്ങ് കടക്കണ്ട താമസം ഈ പെണ്ണ് പെട്ടെന്നങ്ങ് നിലവിളിക്കുകയാണ്. നിലവിളിച്ച് തറയിൽ വീണുപോയി. സുബ്ഹാനല്ലാഹ്. ഭാര്യ ഭർത്താവ് ഓടി വന്ന് പിടിച്ചു. എന്തുപോലെ? ഈ ഭാര്യ പറഞ്ഞു, ഭർത്താവ്, നിങ്ങളെന്നെ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊരു ഭർത്താവുണ്ടായിരുന്നു, പണക്കാരനാണ്, മുതലാളിയാണ്, കാശുള്ളവനാണ്, തലവാടുള്ളവനാ. പക്ഷേ ഒരാളോട് സ്നേഹമില്ലാതെ, ഒരു പാവപ്പെട്ടവരെയും സഹായിക്കാതെ പണം കൊണ്ട് ദൂർത്താടിയവനാ. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ എന്നയാളെ ത്വലാഖ് ചൊല്ലിയതാ. ഇന്ന് രോഗം കൊണ്ട് മൂർജിച്ച് കിട്ടിയതൊക്കെ ചികിത്സിച്ച് രോഗം മാറാതെ ഒരു നേരത്തെ വിശപ്പടക്കാൻ കൈകാട്ടുന്ന ആളറിയോ? അന്നത്തെ എന്റെ ഭർത്താവാട് ഭർത്താവ്. മക്കള് ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ട് പണം കിട്ടുന്നുണ്ടെന്ന കരുതി മതിമറന്ന് തുള്ളരുതേ കൂട്ടുകാരാ. ഏക്കറക്കണക്കിന് ഭൂമിയുണ്ടെന്ന കരുതി അള്ളാനെ
മറക്കരുതേ. ആണേ പെണ്ണേ, ഇഷ്ടം പോലെ സൗകര്യത്തിന് കഴിയുമെന്ന് കരുതി ഖാലിഖായ റബ്ബിനെ മറക്കണ്ട. ഇത് തന്ന അള്ളാഹ്ക്ക് ഒറ്റടിക്ക് നിയന്ത്രിക്കാനും പടച്ച റബ്ബിന് കഴിയൂ. ഇതങ്ങ് കേട്ടപ്പോ ഈ ഭർത്താവ് നിലവിളിക്കാൻ തുടങ്ങി. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നത്? അന്നവര് നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണം കിട്ടാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നപ്പോ എനിക്ക് നീ ഭക്ഷണം എന്നത് ആർക്കാണെന്നറിയോ? അത് എനിക്കാണ്, അന്നത്തെ രോഗി ഞാനാ. അതുകൊണ്ട് ഞാൻ എന്റെ യുവാക്കളോട്, യുവതികളോട്, ഉമ്മമാരോട് പറയട്ടെ, കല്യാണം നമ്മളെ വീട്ടിൽ നടക്കുമ്പോ അത് വരുന്ന പേക്കൂട്ട് നിയന്ത്രിക്കാൻ ആർക്കും ഇക്കാലത്ത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മഹല്ല കമ്മിറ്റിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. കാലത്തിന്റെ ചലനം അങ്ങനെയാണ്. സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. നാളെ കരയുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ഇന്ന് സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടുകൂടെ ഒന്നുകൂടി ഞാൻ എന്റെ ഉമ്മമാരോട്, രക്ഷിതാക്കളോട് സൂചിപ്പിക്കുന്നു, നമ്മുടെ ദർസ് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോയി. 2 മാസം വെക്കേഷൻ സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ വെറും കളിക്ക് വേണ്ടി മാത്രം വിടുന്നവരായി മാറരുത്. ഞാൻ നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ള മദ്രസകളിലൊക്കെ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം പള്ളിയിൽ വരണം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ പള്ളിയിൽ വരണം. എന്തിന്? ഒരൽപ്പനേരം എന്തെങ്കിലും ഇതുപോലുള്ള ഇസ്ലാമിക കഥകളെങ്കിലും കേട്ട് തിരിച്ചു പോകാം. കാരണം സ്കൂള് പൂട്ടി എന്ന പേരിൽ വെറും കളിയും തിമിർത്താടുന്ന മക്കളായി നമ്മളെ മക്കൾ മാറാൻ പാടില്ല. അപകടം നമ്മളെ പതിയിരുന്ന് നോക്കുകയാണ്. നമ്മെ നശിപ്പിക്കാൻ പിശാച് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു നന്മയുടെ വെളിച്ചം നൽകാനുള്ള ഒരു അവസരം എന്നുള്ള നിലക്ക് ഈ വെക്കേഷൻ സമയത്തെങ്കിലും നമ്മളെ യുവാക്കളെ, ചെറുപ്പക്കാർ മക്കളെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പള്ളികളിലേക്ക് പറഞ്ഞേക്കാൻ തയ്യാറാകണം. ഞാൻ എന്റെ ഉമ്മമാരോട്, രക്ഷിതാക്കളോട് പറയാണ്, എല്ലാ രക്ഷിതാക്കളും ഉച്ചയ്ക്ക് ശേഷമെങ്കിലും വലിയൊരു മൂല്യരാക്കി എല്ലാ മക്കളെയും വളർത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ബാധ്യമുള്ളവർക്ക് നടക്കും, തൗഫീഖുള്ളവർക്ക് സാധിക്കുമെന്നല്ലാതെ അതൊന്നും നിർബന്ധിച്ചിട്ട് ഫലമില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മക്കളെ കയ്യിൽ നിന്ന് കടാരയുടെ കുത്തേറ്റതിന് ശേഷം മാത്രം ഉസ്താദെ മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂല. ആവശ്യവും അവസരോചിതമായി മക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ തയ്യാറാവണം. പ്രത്യേകിച്ച് വിദേശികൾ, ഗൾഫുകാരായ എന്റെ സഹോദരങ്ങൾ, ഗൾഫുകാരായ എന്റെ സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. ഗൾഫുകാരന്റെ മക്കൾ കുടുംബത്തിന് കണ്ണീരാകുമോ എന്ന ഒരു ലേഖനം നമ്മുടെ അൽ റഷാദിലുണ്ട്. ഗൾഫിൽ പോയി ബാപ്പ കഴിയുമ്പോൾ നാട്ടിൽ ചെയ്യുന്ന മക്കൾ അവസാനം ബാപ്പ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കൂടി അവസാനം ബാപ്പഞ്ഞ് തൽക്കാരിഞ്ഞ് ഗൾഫിലൊന്നും പോണ്ട, ഇത്രയും കാലം ഞാൻ എന്റെ കുട്ടിയാളി മക്കളെയൊക്കെ പോറ്റല്ലോ എന്ന് പറഞ്ഞ് പെരീര് കസേരയിൽ വന്നിരിക്കുമ്പോ ബാപ്പ ഗൾഫിൽ പോയി ചൂടത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ജീവിച്ച മകൻ വന്ന് ബാപ്പാന്റെ കൊല്ലിക്ക് പിടിക്കുവോ ഇല്ലേ എന്നൊരു ചർച്ച നമ്മുടെ അൽ റഷാദ് എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. നിങ്ങളത് വാങ്ങി വായിക്കണം. ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം വിദേശത്ത് ബാപ്പ പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്ക് കളിയാ, പിന്നെ ഉമ്മാക്ക് രസമാ. ഇഷ്ടം പോലെ പണമുണ്ട്, മക്കളങ്ങനെ ഇഷ്ടം പോലെ വിടുന്ന ഒരു സാഹചര്യം അപകടമാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, UAE സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യം കഴിച്ചു. എന്റെ സുഹൃത്ത് റസാഖ് അതേ പ്രകാരമുള്ള നെല്ലിയാളി മുഹമ്മദ് ഹാജിയെ പോലെയുള്ള UAE ഞാൻ ചെന്നപ്പോൾ കണ്ട ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. പാവങ്ങളായ പ്രവാസികൾ, പാവങ്ങളായ ചെറുപ്പക്കാർ. അവരൊക്കെ ഗൾഫിൽ എത്ര സുഖമുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ഭാര്യ അവരുടെ കൂടെയില്ല, മക്കൾ അവരുടെ കൂടെയില്ല, കുടുംബക്കാരവരുടെ കൂടെയില്ല. അവർക്ക് ആകെയുള്ളത് മൊബൈലിൽ ഭാര്യയുടെ സംസാരം മാത്രം, മക്കളോട് കുഞ്ഞു മോനെ സുഖമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം മാത്രം. അത് കഴിഞ്ഞുകൊണ്ടവർ രാത്രി കിടക്കുകയാണ് മുകളിലേക്ക് നോക്കി. എന്റെ ഉമ്മ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബക്കാർ. മാന്റെ മുഖത്തെന്ന് നോക്കാൻ ഭാഗ്യം അവർക്കില്ല. ഭാര്യയുടെ മുഖത്തെന്ന് ചെന്നൊരു ചുംബനമർപ്പിക്കാനുള്ള സൗഭാഗ്യം അവർക്കില്ല. കുഞ്ഞു മക്കളെ എന്ന് ചോദിച്ചവളെ കൊഞ്ചലൊന്ന് കാണാനുള്ള സൗഭാഗ്യമില്ലാതെ ഐസിന്റെ ഏറ്റവും സുന്ദരമായ കാലം പ്രവാസ ഗൾഫ് ലോകത്തെ കഴിച്ചു കൂട്ടുന്ന പാവങ്ങളായ സഹോദരങ്ങൾ, ആ ഗൾഫുകാരുടെ ഭാര്യമാരെ, ഉമ്മമാരെ, മനസ്സുരുകിയപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം അവരുടെ രോഗം നിങ്ങൾ അറിയുന്നില്ല, അവരുടെ വിഷമം നിങ്ങൾ അറിയുന്നില്ല. ഞാൻ UAE സന്ദർശിച്ച ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിലാണ്. എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയി.
ഞങ്ങൾ ആ സുഹൃത്തിനെ കാണാൻ പോയി. നമ്മൾ ചെമ്പ്രയിലുള്ള ഒരു ചെറുപ്പക്കാരെ ഹോസ്പിറ്റലിൽ കാണാൻ പോകുമ്പോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പിട്ട് ഒരു ഭാഗത്തിലൂടെ രക്തം പോകുന്നു, മറ്റൊരു ഭാഗത്തിലൂടെ ജലം പോകുന്നു. അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ, ഒറ്റക്ക് റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്റെ കണ്ണ് സജലങ്ങളായ റബ്ബേ, എന്താ മോനെ വെള്ളം വേണോ എന്ന് ചോദിക്കാൻ ഉമ്മ എവിടെയില്ല, എന്തേ വെള്ളം വേണോ എന്ന് ചോദിക്കാൻ ഭാര്യയില്ല. എന്നാലോ ഇവരുടെ ദുഃഖം അവരെ നാട്ടിൽ അറിയിക്കുന്നില്ല. ഫോൺ വരുമ്പോ എനിക്ക് സുഖമാണ്, എനിക്ക് സന്തോഷമാണ്, റാഹത്താണ്, ദ്വാരിക്കണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ആ ഗൾഫുകാര് കണ്ണുനീര് തുടയ്ക്കുകയാ. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട്, രക്ഷിതാക്കളോട്, ഗൾഫുകാരെ പണം കൊണ്ട് ലെവലില്ലാതെ ചെലവാക്കരുത്. അത് ഏറ്റവും വലിയ ശാപമായി മാറും. കാരണം അതിന് മാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ പണമുണ്ടാക്കുന്നത്, അതിന് മാത്രം സാഹസപ്പെട്ടുകൊണ്ടാണ് അവർ പണം ചെലവഴിച്ചു കൊടുത്തയക്കുന്നത്. അതുകൊണ്ട് അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അവരെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അച്ചടക്കത്തോടെ ജീവിക്കാനും ഗൾഫുകാരന്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും തയ്യാറാകണം. അതോടൊപ്പം ഞാൻ പറയട്ടെ, ഗൾഫിലാണ് നമ്മളെ ഭർത്താവ് എന്ന് കരുതി കുട്ടികളെ എങ്ങനെയെങ്കിലും ആക്കാതെ ആ ഉപ്പയില്ലാത്ത ദൗത്യം കൂടി ഉമ്മ ഏറ്റെടുത്ത് അപാകതകൾ കുട്ടികളെ മുളയിലെ നുള്ളിക്കളയണം. തോന്നുന്നതൊക്കെ കുട്ടികൾക്ക് നൽകി പാപ്പയിൽ നിന്ന് കിട്ടുന്ന പണം കൊടുത്ത് ഇഷ്ടം പോലെ ജീവിക്കാൻ അവസരം കൊടുക്കുന്നതിന് പകരം ശ്രദ്ധാപൂർവം നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ സാധാരണ പറയാറുണ്ട്, മഹാനായ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വളർത്തിയ കുട്ടിയാണ് ബനൂ ഇസ്രായേലിലെ മൂസ സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ. ആ സാമിരി എന്ന് പറയുന്ന ആള് ബിംബാരാധകനാണ്. ബിംബാരാധകൻ ആരാണ്? ബിംബാരാധകൻ സാമിരി. അയാൾ പശുക്കുട്ടി ആരാധിക്കാൻ പഠിപ്പിച്ച ആളാണ്. അത്രയും വലിയ മുശ്രിക്കിനെ വളർത്തിയതാരാണെന്നറിയോ? മുഖറബായ ജിബ്രീലാണ് അലൈഹിസ്സലാം. നല്ല പോറ്റുപ്പ വളർത്തിയ കുട്ടിയെ റെപ്പായി മുശ്രിക്കായി മാറി. എന്നാൽ വേറെ ഒരു പോറ്റുപിതാവുണ്ട്, ഫിർഔന്. ഞാനാണ് ഇലാഹി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ മുശ്രിക്കായ ആ ഫിർഔന് വളർത്തിയ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേരാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. നല്ല പോറ്റുപ്പ വളർത്തിയ കുട്ടി കേടുവന്നു, ബിംബാരാധകനായി മാറി. എന്നാൽ വളരെ നാശകാരിയും തമ്മാടിയുമായ ഫിറഔനെ വളർത്തിയ കുട്ടിയോ, ആ കുട്ടി നല്ല കുട്ടിയായി മാറി. എന്തേ കാരണം? അവിടെയാണ് എന്റെ സ്നേഹനിധികളായ ആയിരക്കണക്കിന് ഉമ്മമാരെ മനസ്സറിഞ്ഞ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ജിബ്രീൽ വളർത്തുമ്പോ ഈ കുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും മാർഗദർശനം നൽകാനും അടുക്കളയിൽ ഒരു പോറ്റുമ്മയുണ്ടായില്ല. അതുകൊണ്ട് ഈ കുട്ടി കേടുവന്നു പോയതാണ്. എന്നാൽ ഇവിടെ ഫിറഔനാണ് പോറ്റുപ്പ. പക്ഷേ അവിടെ അടുക്കളയിൽ ഒരു നല്ല പെൺകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനൊന്നും ചെയ്യരുതട്ടെ മോളെ, ഇങ്ങനെയൊക്കെ ചെയ്യണട്ടെ മോനെ, ഖുർആൻ ഓദിക്കട്ടെ മോളെ, ചൊല്ലി പറഞ്ഞിട്ടെ മോനെ, അതോ വാ മോളെ നമ്മൾ നിസ്കരിക്കുക, വാ മോനെ നമ്മൾ നിസ്കരിക്കുക, നോമ്പൊലിക്കുക എന്നൊക്കെ പറഞ്ഞ് മുളയിലെ അപാകത മുള്ളിൽ കളഞ്ഞ് ശുദ്ധമായി വളർത്തിയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, ഈമാനുള്ള പെണ്ണ്. ആ പെണ്ണിന്റെ പേരാണ് ബീബി ആസിയ റളിയല്ലാഹു അൻഹാ. 950 കൊല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തിയ ആളാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവസാനം വെള്ളപ്പൊക്കം വന്ന് വെള്ളക്കപ്പലിൽ മുങ്ങിയിട്ട് കപ്പലിൽ ആളുകളൊക്കെ രക്ഷപ്പെട്ടപ്പോ സ്വന്തം മോനെ വിളിച്ചു നൂഹ് നബി, അബുനയ്യർക്കം കുഞ്ഞാനെ കപ്പലിൽ കയറി രക്ഷപ്പെട്ടടാ. മകൻ പറഞ്ഞു, ഞാൻ വാപ്പാന്റെ പണി നോക്കിക്കോ, ഞാൻ മലയിൽ കയറി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് മലയിൽ കയറിപ്പോയ മകന് കാഫിറായി ചത്തുപോയി. 950 കൊല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തിയ നൂഹ് നബിയുടെ മോനാണ് കാഫിറായി വെള്ളത്തിൽ മുങ്ങി ചത്തുപോയത്. മൂസ നബിയുടെ പോരായികയല്ല, പിന്നെ എവിടെയാണ് പോരായിക? അതിന് ഖുർആനാണ് മറുപടി പറയേണ്ടത്. ഖുർആൻ പറഞ്ഞു, വറബല്ലാഹു മസലൻ ലില്ലദീന കഫറൂ ഇംറാത്തുനൂ. കാഫിരീങ്ങളായ ആളുകൾക്ക് ഉപമ പറഞ്ഞത് നൂഹ് നബിയുടെ ഭാര്യ എന്നാണ് വിശുദ്ധ ഖുർആൻ. പെണ്ണ് കേട് വന്നു, അച്ചടക്കില്ലാത്ത പെണ്ണായപ്പോ, തോന്നിയതുപോലെ നടക്കുന്ന പെണ്ണായപ്പോ, മാനങ്ങാൾക്കാർ എന്ത് തമ്മാടിത്തരവും ആകാമെന്ന അവസ്ഥയിലേക്ക് പെണ്ണുങ്ങൾ എത്തിയപ്പോ ആ വീട്ടിൽ വളരുന്നത് മുഴുവനും പിശാച്ചായി മാറിയെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ, നിങ്ങൾ പ്രകാശമാകണം, നിങ്ങൾ നാടിന്റെ വെളിച്ചമാകണം, നിങ്ങൾ സുന്ദരമായൊരവസ്ഥ വരണം. നമ്മളെ കുട്ടികൾ അതേക്കുറിച്ചും ലേഖനം എഴുതിയിട്ടുണ്ട്. സ്ത്രീ വീടിന്റെ വെളിച്ചം എന്നൊരു ലേഖനം ആ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ ആ പുസ്തകം വാങ്ങണം. കാരണം ആ പുസ്തകത്തിൽ അതേക്കുറിച്ച് വിശദമായി നമ്മളെ കുട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, അതുകൊണ്ട് അത്തരം ഒരു നന്മയുള്ള ജീവിതം ഞാനും നിങ്ങളും അനുവർത്തിക്കുമ്പോ നമുക്ക്
നമുക്ക് പോകുമ്പോ സന്തോഷം ഉണ്ടാകും. ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പോയല്ലോ, ഞാൻ ഓർക്കുകയാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോ ശൈഖുനാനോട് ഞാൻ പറഞ്ഞു, ഉസ്താദെ പള്ളിയിൽ പോയി ഒന്ന് വിശ്രമിക്കാം, ഇവിടെ മജ്ലിസുന്നൂർ തുടങ്ങിയിട്ടില്ല, ഇനി മജ്ലിസുന്നൂറുണ്ട്, അത് കഴിഞ്ഞ് യാസീനുണ്ട്, എന്നിട്ടല്ലേ ഉസ്താദെ ദ്വാരിക്കുക, അപ്പൊ അതുവരെ പള്ളിയിൽ ഇരുന്നോളൂ ഉസ്താദ്. ഉസ്താദ് ചോദിച്ചു, അസ്മാഉൽ ബദർ കഴിഞ്ഞോ? ഇല്ല, നമുക്ക് ചെല്ലണം എന്ന് പറഞ്ഞ് ഒന്നു എടുത്ത് വന്ന് കുഞ്ഞു മക്കളുടെ കൂട്ടത്തിലിരുന്ന് എന്ന മുഴുവനും ഉസ്താദ് ചൊല്ലിത്തീർത്തതൊന്നും കാണുന്നില്ലേ നിങ്ങളെ കൺമുമ്പില്? ദാറുൽഹുദായുടെ മുറ്റത്ത് ഉസ്താദിന്റെ ജനാസ കൊണ്ടുവന്ന് വെച്ചപ്പോ തുടക്കം മുതൽ ഖബറിലേക്ക് കൊണ്ടുപോകും വരെ ആ തലയുടെ ഭാഗത്തിരിക്കാൻ വിനീതനായ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. ഞാൻ ഉസ്താദിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഉസ്താദിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്നിട്ട് എന്നോട് പറയുന്നത് പോലെ തോന്നി. അന്ന് എല്ലാവരും നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾ ഇരുന്നിട്ട്, ആയിരക്കണക്കിന് ഉമ്മമാരും രക്ഷിതാക്കളും ഇരുന്നിട്ട് അസ്മാഉൽ ബദർ ചെല്ലുമ്പോ എന്നോട് വിശ്രമിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വിശ്രമിക്കാതെ ആ സദസ്സിൽ വന്നിരുന്നത് എന്തിനാണെന്നറിയോ? അസ്മാഉൽ ബദർ ചൊല്ലിയത് എന്തിനാണെന്നറിയോ? ഇങ്ങനെ ഒരു യാത്ര എനിക്കുണ്ടെന്ന് ചിന്തിച്ചതാണ്. അതുകൊണ്ട് പോട്ടെ, ഞാൻ എന്റെ കൂടെ ഇരുഭാര്യയുള്ള മക്കളില്ല, കുടുംബമില്ല. ഞാൻ ചൊല്ലിയ സ്വലാത്തുണ്ട്, ദിക്റുണ്ട്, അസ്മാഉൽ ബദറുണ്ട്. അതുമായി ഞാൻ യാത്രയാവുകയാണെന്ന് ശൈഖുനാ സൈനുൽ ഉലമ വിനീതനായ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. രക്ഷിതാക്കളെ, യുവാക്കളെ, അതുകൊണ്ട് പോകണ്ടേ ഞാനും നിങ്ങളും? എപ്പോഴാണ് നമ്മളെ വിളിക്കാൻ ഇസ്രായേൽ വരിക എന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ല. ഏത് സമയത്ത് പോകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ചൊല്ലി പുഞ്ചിരിച്ച് സന്തോഷത്തിൽ കണ്ണടക്കാൻ നമുക്ക് കഴിയണം. മരണം ദുഃഖമല്ല, മരണം പേടിക്കേണ്ടതല്ല, മരണം സന്തോഷമാണ്, മരണം ആനന്ദമാണ്, മരണം ആഹ്ലാദമാണ്. യുവാക്കള്, രക്ഷിതാക്കള്, ഖബറിലേക്ക് പോകുമ്പോ രസമാ. കാരണം നമ്മൾ പറയും വയറ്റിലുള്ള കുടലൊക്കെ നെഞ്ഞിലേക്ക് കയറുമെന്ന്, നെഞ്ഞിലുള്ള എല്ലൊക്കെ കഴുത്തിലേക്ക് കയറുമെന്ന്, ശ്വാസം കിട്ടാതെ കണ്ണു തുറക്കുമെന്ന് ഭയപ്പെടണ്ട. ആസിയ ബീബിയെ ഫിർഔന് ചാട്ടവാറ് കൊണ്ടടിച്ചിട്ട് പുറം ഭാഗം പൊട്ടി മാംസം പുറത്ത് വന്നിട്ട് അവസാനം മഹദിയുടെ വസ്ത്രങ്ങൾ അഴിച്ചു നേരെ ചുട്ടുകൊള്ളുന്ന മണലിൽ കൊണ്ടുപോയി വെച്ചപ്പോ ചൂടിന്റെ കാഠിന്യം കൊണ്ട് ശരീരം ഇങ്ങനെ ഓട്ടിലിട്ട മീൻപടക്കം പോലെ പിടച്ചുകൊണ്ടിരിക്കുമ്പോ ധിക്കാരിയായ ഫിർഔൻ ആസിയ ബീബിയുടെ വയറ്റത്തൊരു വലിയ പാറക്കല്ലിങ്ങ് കൊണ്ടുപോയി വെച്ചതോടെ മഹദിയുടെ പുറമിളക്കാൻ കഴിയുന്നില്ല. പൊട്ടി മാംസം പുറത്ത് വന്ന ഭാഗത്തിലൂടെ ചൂട് കയറി തലയിട്ടിങ്ങനെ അടിക്കുന്ന മഹദി. തലയിട്ടിങ്ങനെ അടിക്കുമ്പോ ധിക്കാരിയായ ഫിർഔനതാ രണ്ടാമത്തെ പാറക്കല്ല് പൊക്കി വരികയാണെന്തിന്? ജീവനോടെ മഹദിയുടെ തലക്കിട്ട് തല ചതച്ച് കളയാ. ആ കല്ലിങ്ങനെ വരുമ്പോ എല്ലാരും പേടിച്ചു പറക്കും. പക്ഷേ ആസിയ ബീവി പുഞ്ചിരിക്കുകയാ. കാരണം ആസിയ ബീവിയുടെ മുമ്പിൽ അല്ലാഹു സ്വർഗ്ഗം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു. ആ സ്വർഗത്തിലേക്ക് ആസിയ ബീവി നോക്കിയിട്ട് അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, ഇവരെ തലകെട്ട് ചതച്ചാലും എനിക്ക് പ്രശ്നമില്ല റബ്ബേ, ഈ സ്വർഗത്തില് ഒരു റൂമെനിക്ക് തരുമോ അല്ലാ, ഈ സ്വർഗത്തിലൊരു കെട്ടിടം എനിക്ക് തരുമോ അല്ലാ, വരുമെങ്കിലും എന്ന് എന്ത് ചെയ്താലും വിരോധമില്ലെന്ന് പറഞ്ഞു. അവസാനം ആസിയ ബീവി പറഞ്ഞു, അല്ലാഹുവേ, ഈ സ്വർഗത്തിലെ ഒരു പവിത്രമാകുന്ന റൂം എനിക്ക് തരുമെങ്കിൽ എന്റെ റൂഹിനെ പിടിച്ചോ, അവന്റെ കല്ലിട്ട് ഞാൻ മരിക്കണ്ട റബ്ബേ. ആസിയ ബീവിയുടെ റൂഹല്ല പിടിക്കുകയാ. തലയിൽ കല്ലിടുന്നതിന് മുമ്പ് മഹദി ലോകത്തോട് വിട പറയുകയാ. തിരിഞ്ഞ ഫിർഔന് കല്ലിട്ട് ചതച്ചത് മയ്യത്തിന്റെ ജനാസയുടെ ശരീരത്തിലാ. എന്തേ പെങ്ങളെ ആസിയ ബീവി പുഞ്ചിരിച്ചത്? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവർക്ക് മരണസമയം രസമാണ്, ഖബറാനന്ദമാ. മണവാട്ടിയും മണവാളനും മണിയറയിൽ ഒരുങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് അല്ലാഹു നല്ലവരോട് ഖബറിൽ വെച്ച് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കച്ചൊല്ലു മുഹമ്മദ് മുസ്തഫ.
അള്ളാന്റെ റസൂല് പറയാ, നാളെ റബ്ബിന്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ മണവാട്ടിയും മണവാളനും ആദ്യരാത്രി സുഖിച്ചതുപോലെ രസിച്ചുറങ്ങിക്കോ. ഖബർ വിശാലമാവുകയാണ്. ഒരു സഹാബി അള്ളാന്റെ പ്രവാചകരോട് ചോദിച്ചു, നബിയേ, ഖബറിൽ മറവ് ചെയ്താൽ മുമ്പ് മരിച്ചുപോയവരെ കാണോ നബിയേ? റസൂലുള്ളാഹിന്റെ മറുപടി, കാണും കാണും കാണും. മുമ്പ് മരിച്ചുപോയ അമ്പിയാക്കളെ, ഉലിയാക്കളെ, മഹാന്മാരെ മുഴുവനും കാണുമെന്ന് മാത്രമല്ല, അവരിവനോട് അവന്റെ വീട്ടിലെ പൂച്ചയുടെ കാര്യം പോലും ചോദിച്ചറിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. അപ്പൊ ഖബറിൽ പോലും രസമാണ്, ആനന്ദമാണ്, അഹ്റം ആഹ്ലാദമാണ്. അതിനു വേണ്ടിയാണ് ഈ ഭൂമി ലോകത്തിന്റെ സുഖം ത്യജിച്ച് ഖാലിഖായ റബ്ബിന്റെ പൊരുത്തം നേടാൻ മുൻഗാമികൾ മുന്നോട്ട് വന്നതെങ്കിൽ ഈ സ്വലാത്ത് ദിക്ർ വാർഷികത്തിൽ വെച്ച് ഞാൻ എന്റെ രക്ഷിതാക്കളോട്, ഉമ്മമാരോട് പറയട്ടെ, സഹോദര സഹോദരികളെ, നന്നാവുക, നമ്മൾ നല്ലവരാവുക. നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവരുമായി പള്ളിയിൽ വരികയും 7 or 10 വരെ പിന്നെ പള്ളിയിൽ സജീവമായി ഉണ്ടാവുകയും ആള് മരിച്ചത് മറന്നാ പിന്നെ പഴയ രൂപത്തിൽ തിരിച്ചു പോവുകയും ചെയ്യുന്നവരായി അല്ല നമ്മളെ മാറേണ്ടത്. അല്ലെങ്കിൽ കല്യാണം നിശ്ചയിക്കാൻ നേരത്ത് 1-2 ആഴ്ച പള്ളിയിൽ സജീവം, ആരെങ്കിലും വന്ന് ചോദിച്ച ആള് പള്ളിയിലൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് നാട്ടുകാര് പറഞ്ഞോട്ടെ എന്ന് കരുതി പള്ളിയിൽ ഒരാഴ്ച വന്നിട്ട് കല്യാണം കഴിഞ്ഞാൽ പഴയ രൂപത്തിൽ വളഞ്ഞു പോകുന്ന സംസ്കാരം, ഇതൊരു മനുഷ്യന് ഭൂഷണം അല്ല, ഇത് നന്മയുടെ വഴിയല്ല. ഇതൊക്കെ താൽക്കാലികമായ രസമാണ്, നാളത്തെ കണ്ണുനീരായി മാറുമെന്ന് ചിന്തിച്ചു നന്നാവാൻ, നല്ലവരാവാൻ നമ്മൾ മുന്നോട്ട് വരിക. സ്നേഹം കാത്തു സൂക്ഷിക്കുക, ഐക്യം കാത്തു സൂക്ഷിക്കുക. നമ്മുടെ മഹല്ലത്തിലെ പള്ളി കണ്ടോ, അതിന്റെ ചുറ്റുഭാഗത്തെ ഖബർസ്ഥാന് കണ്ടോ, അവർ തമ്മിൽ ഒരു വിഭാഗീയതയുമില്ല, ഒരു അനൈക്യവുമില്ല, ഒരു പ്രശ്നവുമില്ല. എല്ലാവരും ശാന്തമായി ഉറങ്ങുകയാണ്, ശാന്തമായി. അത് നമ്മൾ അടിത്തറയാണ്, നമ്മളെ തറവാടാണ്. നമുക്ക് പോയി കിടക്കേണ്ടതും അവിടെയാണ്. അതുകൊണ്ടാണ് മാസാമാസം നമ്മളവിടെ സ്വലാത്ത് സംഘടിപ്പിക്കുന്നത്. എന്തിന്? ഈ മഹല്ലത്തിലും പരിസരവാസികളുമായ ആണും പെണ്ണും അതോടെ മര്യാദയോടൊന്ന് ഒരുമിച്ച് കൂടട്ടെ. എന്നിട്ട് ഈ മുതല്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ കിടക്കുന്ന ഖബറാളികൾക്ക് വേണ്ടി ഒന്ന് ദ്വാരിക്കാനുള്ള അവസരമാണ്, ദ്വാരിക്കാനുള്ള അവസരം. എനിക്ക് ഓർമ്മയുണ്ട് ജനങ്ങളെ, വിനീതനായ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴേക്ക് പറയാൻ അർഹനായിട്ടല്ല, പക്ഷേ കേൾക്കുന്നവനവരുടെ മനസ്സിലുള്ള ഈമാന് കൊണ്ടാണ്. ഞാൻ ആരുമല്ല, ഒന്നുമല്ലാത്തവനാണ്. പക്ഷേ എന്തെങ്കിലും ദീന് പറയുമ്പോഴേക്ക് ഇതുപോലെ കസേരയിലിരുന്ന് പൊട്ടി കറങ്ങിയിരുന്ന ഒരാളെ ഓർമ്മയുണ്ടോ? നമ്മുടെ മഹല്ലത്തുകാരൻ, അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ഒലിച്ച വെള്ളത്തിന്റെ കണക്കില്ല. ശൈഖുനാ ഹാജി മരക്കാർ ഹാജി, അല്ലാഹുവേ അഹ്റം വെളിച്ചമാക്കി കൊടുക്കറബ്ബേ. എവിടെ പോയി ആ ഭൂമുഖം, എവിടെ പോയി ആ മഹാമനീഷി? പോയി നോക്ക്, നിസാകലിന്റെ താഴെയാ കിടക്കുന്നത്. അവർ ചിന്തിക്കുന്നുണ്ടാകും, അല്ലാഹുവേ. ഓർക്കുകയാണ്, കുട്ടികൾ വല്ല കുരുത്തക്കേടും കളിക്കുമ്പോ എന്നോട് ഉസ്താദ് വിളിച്ചിട്ട് പറയും, നിങ്ങൾ പോയിട്ട് ഇന്ന മുസ്ലിയാരിന് മൊഴിയരുതെന്നാണ് വിളിക്കുക. മൊഴിയാരെ, നിങ്ങൾ കുട്ടികളടിക്കരുത് കേട്ടോ, കുട്ടികളടിക്കരുത്, ഒരു പാവങ്ങളാണ്, കുട്ടികളല്ലേ. സാധാരണ അടിക്കണം ഇടിക്കണമെന്ന് പറയുന്നതിന് പകരം ഉസ്താദ് കച്ചറ കളിക്കുന്ന കുട്ടികളെ കുറിച്ച് എന്നോട് പറയും, കുട്ടികളെയൊക്കെ കുറച്ചൊക്കെ പൊട്ടിത്തെറുപ്പുണ്ടാകും, അടിക്കരുത്, ഒരു പാവം കുട്ടികളാണ്, അവരൊക്കെ നന്നായിക്കോളും എന്ന് പറഞ്ഞ് വാത്സല്യം കാണിച്ചത് എന്തിനാ? ഒരു ദുആ കിട്ടാനാണ്, പ്രാർത്ഥന കിട്ടാനാണ്. അതുകൊണ്ടാണ് മാസാമാസം നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ വരണം സ്വലാത്തിന്. സ്ത്രീകളെ കുറിച്ച് വിഷമിച്ചാലും നിങ്ങൾ എത്തണം സ്വലാത്തിന്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ആ വഴിയിലൂടെ വരുന്നത് നിങ്ങളെ ഖബറാളികൾ കാണുന്നുണ്ട്, നിങ്ങളെ ഉപ്പ കാണുന്നുണ്ട്, ഉമ്മ കാണുന്നുണ്ട്, വല്യുമ്മ കാണുന്നുണ്ട്, വല്യപ്പ കാണുന്നുണ്ട്, നിങ്ങളെ കുഞ്ഞുമക്കള് കാണുന്നുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മൾ ദ്വാരിക്കണത് കേൾക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഒരു ദിവസം ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരാറുള്ള ഒരു പെണ്ണ്, നമുക്ക് നമ്മളെ ഖബറാളികൾക്ക് ഇവിടെ ഒരു യാസീൻ ഓതി ദ്വാരന്ന് പിരിയണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നും ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരാറുള്ള ഒരാള് ഒരു ദിവസം ഒരാളെ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് വന്നിട്ട് മറവ് ചെയ്തിട്ട് അയാൾ വേഗം പോയി. ഉമ്മാന്റെ ഖബർക്ക് സിയാറത്തിന് പോയില്ല. അന്ന് രാത്രി ഉമ്മാനെ സ്വപ്നം കണ്ട് ഉമ്മ ചോദിച്ചു, എടാ മോനെ, ഇന്നലെ പള്ളിക്കാട്ടിൽ ഇന്ന് പകല് വന്നിട്ട് എന്റെ അടുത്തൊന്നും വരാതെ പോയില്ലടാ. മോൻ ചോദിച്ചു, ഉമ്മ ഞാൻ വരുന്നതൊക്കെ നിങ്ങളെ കാണാറുണ്ടോ? നീ പള്ളിയുടെ അടുത്തൂടെ പോകുന്നത് പോലും
ഞാൻ കാണാറുണ്ടടാ. തിമ്പറത്ത മൺകൂനയുടെ മുകളിൽ നീ എത്തുമ്പോ ഞാൻ കണ്ട് സന്തോഷിക്കും. എന്റെ മോൻ വരുന്നുണ്ട്, എന്റെ കുട്ടി വരുന്നുണ്ട് എന്ന സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുക. ഇവര് മയ്യത്തുമായ ശ്മശാനത്തിലേക്ക് വന്നപ്പോ ഞാൻ ചിന്തിച്ചു പോയി, ഇപ്പൊ വരില്ല എന്റെ മോൻ, വരാതെ പോയേക്ക് ദുഃഖമായി പോയി എന്ന് പറയുമ്പോ പള്ളികളുടെ അടുത്ത് വന്ന് യാസീനോദി ദ്വാരിക്കുന്നത് അവരെ കാണുന്നുണ്ട്, അവരെ സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളെ എല്ലാവരും സന്തോഷത്തോടുകൂടെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാനും നമ്മളെ മക്കളെയൊക്കെ ഇൽമിന്റെ അഹ്ലുകാരാക്കി മാറ്റാനും ഈ സ്കൂൾ കഴിയുന്നത് സ്കൂൾ തുറക്കുന്നത് വരെയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നമ്മളെ ചെറുപ്പക്കാരെ +1 +2 ഡിഗ്രിക്കൊക്കെ പഠിക്കണ മക്കളാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പള്ളികളിലേക്ക് പറഞ്ഞേക്കുക. എന്തെങ്കിലുമൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാലോ. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ച് നമ്മൾ മരിച്ചവിടെ പേര് ഒരു യാസീൻ ഓതി ദുആ ചെയ്യാൻ പോവുകയാണ്. ഒരു യാസീൻ ഓതിയിട്ട് നമുക്ക് ദ്വാരക്കാം. ഇവിടെ കുട്ടികൾ ഉറക്കനെ ഓതുമ്പോ അറിയാത്തവരൊക്കെ അത് ഓർക്കുക, അത് ചൊല്ലുക. ഇവിടെ പറഞ്ഞതുപോലെ ആ കെട്ടിടത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ആരെങ്കിലും 1 ലക്ഷമോ 2 ലക്ഷമോ 50,000 ഒക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കമ്മിറ്റി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവരോട് പോയി പറയുക, മഹല്ല് കമ്മിറ്റിയുടെ മഹല്ലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയുമല്ലേ ആ പീഡിയ റൂം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ നൽകാം 50,000 അല്ലെങ്കിൽ ഞാൻ നൽകാം 2 ലക്ഷം എന്നൊക്കെ പറയുക. ഇൻഷാ അല്ലാഹ് നമ്മളെ എല്ലാ കാര്യങ്ങളും വിജയിക്കും. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു യാസീൻ ഓതി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഒരു യാസീൻ ഓതി നമ്മൾ ദുആ ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ചെയ്ത ഒരുപാട് ആളുകളെ ദുആക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സ്വർണം സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാവിധ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാവിധ വിഷമത്തിൽ നിന്നും അല്ലാഹുവിനെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. അതേപ്രകാരം ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മാന്റെ സ്വർണ്ണമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ദ്വാരക്കാൻ അമ്മാന്റെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. പടച്ചോനെ, ആ സ്വർണ്ണത്തിന്റെ ഫലമായ ഉമ്മാന്റെ ഖബറിനെ സ്വർഗ്ഗ പുങ്കാവനമാക്കി കൊടുക്കണേ തമ്പുരാനെ, ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ യാസീൻ ഓതുകയാണ്. എല്ലാവരോടും ഞാൻ നിങ്ങളോട് പറയുന്നു, യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കാം. ഇവിടെ ഓതിക്കൊണ്ട്